പുതിയ മനുഷ്യരായി കുർബാനയിൽ പങ്കെടുത്ത് അവർ മടങ്ങിപ്പോകുന്നു. മെഡ്ജുഗോറിയയിലെ തീർത്ഥാടനം ഒരു സന്ദർശനത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഇവിടെ എത്തുന്ന ഓരോരുത്തരോടും സാത്താനെതിരെ 5 ആയുധങ്ങൾ ധരിക്കാൻ മാതാവ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ പരമപ്രധാനമായത് പ്രാർത്ഥന എന്ന ആയുധമാണ്. ദൈവവുമായി ഒരു നല്ല സുഹൃത്തിനോടെന്ന പോലെ ഹൃദയത്തിന്റെ തികവിൽ നിന്ന് സംസാരിക്കുന്നതാണ് ആ പ്രാർത്ഥന. രണ്ടാമത്തെ ആയുധം ജപമാലയാണ്. ഈ സന്ദേശം സ്വീകരിച്ച് മെഡ്ജുഗോറിയയിലെ സെന്റ് ജെയിംസ് ദേവാലയത്തിൽ എല്ലാ ദിവസവും സമ്പൂർണ്ണ ജപമാല നടക്കുന്നു. ഒരുക്കത്തോടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ മാതാവ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മെഡ്ജുഗോറിയയുടെ ശക്തി കേന്ദ്രവും വിശുദ്ധ കുർബാന തന്നെ. വിശുദ്ധ ഗ്രന്ഥം വീട്ടിൽ ഒരു പ്രത്യേക സ്ഥലത്ത് പ്രതിഷ്ഠിച്ച് കുടുംബം ഒന്നാകെ പ്രാർത്ഥിക്കുന്നത് സാത്താനെ പരാജയപ്പെടുത്താനുള്ള മറ്റൊരായുധമാണ്. പാപികളുടെ മാനസാന്തരത്തിനായി ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സാത്താൻ പരാജയപ്പെടുന്നു. ബുധൻ, വെള്ളി ദിവസങ്ങളിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കാനും ത്യാഗങ്ങൾ അനുഷ്ഠിക്കാനും മാതാവ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ മാനസാന്തരപ്പെടൽ, കൂദാശ സ്വീകരണം, ജീവിത നവീകരണം എന്നിവയെക്കുറിച്ചുള്ള പൊതുവായ സന്ദേശങ്ങളാണ് മാതാവ് പ്രധാനമായും നൽകിക്കൊണ്ടിരിക്കുന്നത്.